പ്രധാനമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് മുത്തിനെ പറ്റി. ഇതാര് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ഏതൊക്കെ സന്ദർഭത്തിലാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ധാരാളം മെസ്സേജുകൾ വരാറുണ്ട്. ഇതിൻ്റെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിന്റെ യഥാർത്ഥ നിയമങ്ങളാണ് ഇവിടെ പറയുന്നത്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ പഠിച്ചു നോക്കാം. ആർക്കാണ് മുത്ത് കൊടുക്കേണ്ടത്? 6 പേരാണ് മുത്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ആലോചിക്കണം, എനിക്കിപ്പം ഞാൻ കൊടുക്കണോ, വല്യമ്മ കൊടുക്കണോ, വല്യാപ്പ മരിച്ചുപോയി വല്യാപ്പ കൊടുക്കണോ, ഇങ്ങനെ ചിന്തിക്കേണ്ട. 6 പേർക്കാണ് മുത്ത് കൊടുക്കേണ്ടത്. 6 പേരാണ് മുത്ത്. ആരൊക്കെയാണ് മുത്ത്? ഒന്നാമത്തത് കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യണം? മുത്ത് കൊടുക്കണം. ഇനി ഒരു പെണ്ണ് നോമ്പ് ഉപേക്ഷിച്ചത് കുട്ടിയുടെ കാര്യം മാത്രം ആലോചിച്ചല്ല, സ്വന്തം ശരീരം കൂടി പരിഗണിച്ചാൽ. ഞാൻ ഇപ്പോൾ സമയത്ത് നോമ്പ് നോക്കി കഴിഞ്ഞാൽ എനിക്കും അങ്ങനെ രണ്ടും കൂടെ കരുതിയിട്ടാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ എന്തില്ല, മുത്ത് കൊടുക്കണ്ട. എന്നാൽ കുട്ടിയുടെ കാര്യം മാത്രം ആലോചിച്ചിട്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ മുത്ത് കൊടുക്കണം. 4-ാമത്തത് മുലയൂട്ടുന്ന പെണ്ണ്, കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്ന, അപ്പൊ ഈ മുലപ്പാല് കൊടുക്കുന്ന പെണ്ണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് നോമ്പ് നോക്കി കഴിഞ്ഞാൽ കുഞ്ഞിന് പാല് കിട്ടൂല. അപ്പൊ കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചുകൊണ്ടാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ മുത്ത് കൊടുക്കണം. ഇനി മുലയൂട്ടുന്ന പെണ്ണ് വിചാരിക്കാണ് ഞാൻ ഈ സമയത്ത് നോമ്പ് നോക്കി കഴിഞ്ഞാൽ എനിക്കും പ്രശ്നമുണ്ട്, കുഞ്ഞിനും പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഒരു രോഗാവസ്ഥ പ്രയാസം ഉണ്ടെങ്കിൽ അപ്പൊ കുഞ്ഞിനും അതുപോലെ സ്വന്തം കാര്യം ഇത് രണ്ടും കൂടെ പരിഗണിച്ചിട്ടാണ് എന്തെങ്കിലും ഒരു രോഗാവസ്ഥ പ്രയാസം ഉണ്ടെങ്കിൽ അപ്പൊ കുഞ്ഞിനും അതുപോലെ സ്വന്തം കാര്യം ഇത് രണ്ടും കൂടെ പരിഗണിച്ചിട്ടാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ അപ്പൊ മുത്ത് കൊടുക്കേണ്ടതില്ല. രണ്ടും കൂടെ ആണെങ്കിൽ ഇത് വെറുതെ അറിയിക്കാൻ പറ്റൂല, അതൊക്കെ റീസണബിൾ ആയിരിക്കണം. ഇത് നോമ്പിന്റെ വിഷയമാണ്, നമുക്ക് തമാശ കളിക്കാൻ പറ്റൂല. ശരീരത്തിന് പ്രശ്നമൊന്നും പറ്റൂല, പക്ഷേ ഞാൻ ഇപ്പൊ നോമ്പ് എടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് പ്രശ്നം, കുഞ്ഞിന് പാല് കിട്ടൂല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അവിടെ എന്ത് വേണം? മുത്ത് കൊടുക്കുന്നു. 5-ാമത്തെ വിഷയം, റമദാന് ശേഷം ഒരാൾ എന്ത് ചെയ്തു? പിന്തിച്ചു. റമദാന് ശേഷം പിന്തിച്ചു. അതായത് ഈ 2024 ഫോർ എക്സാമ്പിൾ 2023 5 ഒരു നോമ്പിന് ഒരു കൊല്ലം ഒരു നോമ്പ്, ഒരു മുത്ത്, അടുത്ത കൊല്ലം 2 മുത്ത്, അങ്ങനെ കൂടി വരും. അത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ ആളുകളും ശ്രദ്ധിക്കുക. 6-ാമത്തത്, മരണപ്പെട്ട വ്യക്തിക്ക് നോമ്പ് നിർബന്ധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മുത്ത് കൊടുക്കണം. നോമ്പ് നിർബന്ധമുള്ള ഒരാളാണ്, നോമ്പ് നോറ്റില്ല, അയാൾ മരിച്ചുപോയി, അപ്പൊ എന്ത് ചെയ്യണം? അയാൾക്ക് നോമ്പിന് പകരം മുത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി എന്താണ് ഈ മുത്തായിട്ട് കൊടുക്കേണ്ടത്? 800 ml, തൂക്കമല്ല, അളവാണ്. പണ്ട് മുത്ത് എന്ന് പറയുമ്പോൾ മുത്ത് മാത്രമുണ്ട്. ഇന്ന് അത് കൃത്യമായിട്ട് പരിഷ്കരിച്ച് അതിന്റെ എന്താ പറയുക, ആധുനിക രൂപത്തിലുള്ള മാത്രമൊക്കെ അവൈലബിൾ ആണ്. തൂക്കമല്ല. ഇസ്ലാമിൽ ഇങ്ങനത്തെ ധാന്യങ്ങളും പരിപാടികളും 8 സക്കാത്തിന് അവകാശികളെ തപ്പിപ്പിടിച്ച് ഇങ്ങനെ കൊടുക്കലുണ്ട്. അത് സക്കാത്തിനാണ് കൊടുക്കുക, ഫിത്ർ സക്കാത്തിനും മറ്റൊക്കെയാണ് അതിങ്ങനെ അവകാശികൾ. മുത്ത് കൊടുക്കേണ്ടത് നാട്ടിലെ ഫുഖറാക്കൾ, അതുപോലെ മിസ്കീനുകൾ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരാൾക്ക് കൊടുക്കാം. ഒരാളുടെ ഈ മുത്തെല്ലാം കൂടെ, വല്യമാന്റെ മുത്തെല്ലാം കൂടെ കണക്കൂട്ടിയപ്പോൾ 100 കിലോ. ഈ 100 കിലോ ഉണ്ട് എങ്കിൽ ഈ 100 കിലോ ഒരാൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. മുത്തിനനുസരിച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് മാത്രം. അങ്ങനെ അത് കണക്കൂട്ടിയിട്ട് ഒരാൾക്ക് കൊടുക്കാൻ കുഴപ്പം. ഇനി നാട് മാറി കൊടുക്കാൻ പറ്റുമോ? പുറത്തേക്ക് പോയി കൊടുക്കാൻ പറ്റും. മുത്തിന്റെ വിഷയം സ്വന്തം മഹലിൽ തന്നെ കൊടുക്കണമെന്നില്ല. സക്കാത്താണ് സ്വന്തം മഹലിൽ പ്രധാനമായിട്ട് കൊടുക്കേണ്ടത്. എന്നാൽ മുത്ത് നിങ്ങൾക്ക് വേറെ മഹലിൽ കൊടുക്കാം, എവിടെയും കൊണ്ടുപോയി കൊടുക്കാം. ഇനി ഒരാൾക്ക് 3 അതിന്റെ ഒരു കണക്ക് അനുസരിച്ച്, നമ്മുടെ നാടിനനുസരിച്ച് നമ്മൾ അതിനൊരു തൂക്കം ഏകദേശം കണക്കൂട്ടല. ഒരു മുത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 800 ml വരും. ഒരു എന്താ പറയാ, ഒരു 800 ഗ്രാം അല്ലെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് സെറ്റായി. 800 ml ആണ് ഒരു മുത്ത്. എന്താണ് കൊടുക്കേണ്ടത്? അതാത് നാട്ടിലെ ഫുഡായിട്ട്, മെയിൻ ഫുഡായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നതാണ്. നോർത്ത് ഇന്ത്യയിൽ ഗോതമ്പാണെങ്കിൽ ഗോതമ്പ് കൊടുക്കണം. നമ്മുടെ കേരളത്തിൽ അരിയാണ്, നെല്ല് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അരി, നല്ല ക്വാളിറ്റിയുള്ള നല്ല അരി മേടിച്ചു കൊടുക്കുക. 3-ാമത്തെ സംഗതി ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്? ഇത് സക്കാത്തിന് അവകാശികളായ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്താൽ അത് വിടൂല. അരയാക്കിയിട്ട്, അതുപോലെ ഈ അരപ്പരിപാടി വിടല്ല. അരമുത്ത് ഒരാൾക്ക് കൊടുക്കുക, 1.5 മുത്ത് ഒരുത്തിന് 1.5 ഞാൻ പറ്റും. ഒരു മുത്ത് ഒരാൾക്ക് കൊടുത്തു, തലാസ്. പിന്നെ ബാക്കി 2 മുത്ത് മുത്തായിട്ട് കൊടുക്കുകയാണെങ്കിൽ 2 മുത്ത് അടുത്ത കൊടുക്കൊണ്ട് 1.5 മുത്ത് 1.5 അര. ഈ പരിപാടിക്ക് എന്തില്ല, മുത്ത് കൊടുക്കുന്നത് പറ്റില്ല. ഇനി ഇത് പള്ളിയിൽക്കും യത്തീംഖാനക്കും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? പറ്റൂല എന്നാണ്. ഇത് ആളുകൾക്ക് വ്യക്തികൾക്കാണ് കൊടുക്കേണ്ടത്. മുത്ത് 50 കിലോ ഉണ്ട്, മുത്തും കൂടെ എടുത്തിട്ട് പള്ളി കൊണ്ടുപോയി കൊടുത്തു. ഒരു നിൽക്കും അത് സ്വീകരിക്കപ്പെടില്ല, യാതൊരു സംശയമില്ല. മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കണമെന്ന് കുഴപ്പമില്ല, വേറെ ആൾ ഏൽപ്പിച്ചത് അത് കൊടുക്കണമെന്ന് അങ്ങനെ പ്രശ്നമില്ല. പക്ഷേ ഇതിന്റെ മുത്താണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് നേരെ പള്ളിയിൽ കൈ കൊണ്ടുപോയി കൊടുത്തിട്ട് പള്ളിയിൽ ചോറക്കാൻ കൊടുക്കാൻ പറ്റില്ല.